എം ലിജുവാണ് ഏറെ വൈകിയെത്തിയ അംഗീകാരം എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ തുടർക്കഥകളിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് എത്തുകയാണ് എം ലിജു. KPCC വൈസ് പ്രസിഡന്റ്, മികച്ച വാഗ്മി. എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. എം ലിജു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. എം ലിജു SFIയുടെ കോട്ടയായിരുന്ന തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ ആ കോട്ട തകർക്കുമ്പോൾ അന്ന് KSUവിൻ്റെ സമര പോരാളിയായിരുന്നു. കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്ന് KSUവിലേക്ക് എത്തുന്ന എം ലിജു ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഒരു കുഞ്ഞു വന്ന് സ്നേഹാഭിവാദ്യം നൽകുന്നു മുഖ്യമന്ത്രിക്കൊപ്പം. ഇപ്പോൾ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃപദവിയിലായിരുന്നെങ്കിലും എം ലിജുവിനെ വിജയം തേടിയെത്തുന്നത് ഇക്കുറിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിന് ചുക്കാൻ പിടിച്ച വാർ റൂമിൽ എം ലിജു ഉണ്ടായിരുന്നു. കായംകുളത്ത് പ്രതിഭയെ പരാജയപ്പെടുത്തിയാണ് ലിജുവിൻ്റെ വരവ്. പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിൽ ചാനൽ ചർച്ചയിൽ പാർട്ടിക്ക് പ്രതിരോധം തീർത്ത് കോട്ട കെട്ടി സൂക്ഷിക്കുന്ന എം ലിജു ഏറെ വൈകിയാണ് MLA ആകുന്നത്. ആദ്യ ഊഴത്തിൽ തന്നെ മന്ത്രിയായി എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. I now invite Sri KM Shaji, Minister Designate. ലീഗ് പ്രവർത്തകരുടെ ആവേശം കേൾക്കാം. ലീഗിൻ്റെ യുവമുഖമായ മുസ്ലിം ലീഗിൻ്റെ ക്രൗഡ് പുള്ളറായ KM ഷാജി, വയനാട് കണിയാമ്പറ്റയിൽ KM ബീരാൻകുട്ടിയുടെയും PC ഐഷക്കുട്ടിയുടെയും മകൻ. KM ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. MSFിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കണിയാമ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റായി തുടങ്ങിയ KM ഷാജി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മൂർച്ചയുള്ള നാവും ശക്തമായ സംഘടനാ പ്രവൃത്തി ബോധവുമുള്ള KM ഷാജി ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക്, ഇക്കുറി വേങ്ങരയിൽ നിന്നാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ വരവിൽ
മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറി പദവികൾ വഹിച്ചു. ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നിലവിൽ KM ഷാജി. KM ഷാജി ലീഗിൻ്റെ യുവമുഖമാണ്, ലീഗിലെ യുവ തുർക്കി എന്ന് വേണമെങ്കിൽ പറയാം. KM ഷാജി കേരളത്തിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ദൈവനാമത്തിൽ. PD സതീശൻ മന്ത്രിസഭയിൽ, PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന മന്ത്രിസഭയിൽ പ്രധാന വകുപ്പിലൊന്നായി KM ഷാജിയുടെ വകുപ്പുമുണ്ടാവും. I now invite Sri PK Bashir, PK ബഷീർ, Minister Designate, to take the oath of office ലീഗ് and oath of പ്രവർത്തകരുടെ dignity. ആവേശം. PK ബഷീർ, ഏറനാടിൻ്റെ സ്വന്തം PK ബഷീർ, സിദി ഹാജിയുടെ മകൻ. PK ബഷീർ ലീഗിൽ വളരെ സീനിയറാണ്. ഇതാദ്യമായിട്ടാണ് PK ബഷീറിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. PK ബഷീർ സരസൻ സഹൃദയൻ, വയനാട് ചുരമല. ശ്രീ PK ബഷീർ എന്ന ഞാൻ നിയമമായി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ ഭീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PK ബഷീർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 1977 MSFലൂടെയാണ് PK ബഷീറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. ഏറനാടിൻ്റെ പകരക്കാരനില്ലാത്ത മന്ത്രിയാണ്, ചാട്ടുളി പ്രസംഗികനാണ്. ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്ന സിദി ഹാജിയുടെയും ഫാത്തിമ ഹജുമ്മയുടെയും മകനാണ്. അന്ന് സിദി ഹാജിക്ക് കിട്ടാതെ പോയ മന്ത്രിസ്ഥാനമാണ് തനിക്ക് കിട്ടുന്നത് എന്ന് PK ബഷീർ അല്പസമയം മുമ്പ് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചിരുന്നു. വളരെ വൈകാരികമായിട്ടാണ് PK ബഷീർ പ്രതികരിച്ചതും. നിലവിൽ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. 4 പ്രാവശ്യവും ഏറനാട് നിന്ന് മത്സരിക്കുന്ന ഓരോ വട്ടവും തൊട്ടു മുമ്പത്തെ വർഷത്തേക്കാൾ ലീഡ് ഉയർത്തിയാണ് PK ബഷീർ നിയമസഭയിലേക്ക് എത്തിയത്. ഏറനാടിൻ്റെ സുൽത്താനായ PK ബഷീർ കേരളത്തിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ദൈവനാമത്തിൽ.